നടക്കില്ല. ഇതാ കണ്ടില്ലേ, കണ്ടാ കൊടുക്കാനുള്ള മുതൽ കുഞ്ഞുങ്ങളെ ആൻറ്റി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാങ്കിലോട്ട് അതിലത്തെ മോൺസ്റ്റർ വിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടാ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലത്തെ ക്ലൈമറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം മഴ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദിവസം വെയിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതാകണ്ടില്ല, നല്ല വെയിലാണ്, ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാകണ്ടില്ലേ, നമ്മുടെ മിയാവും അതുപോലെ തന്നെ അവളുടെ മൂത്ത മോളൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനാരോ കടിച്ചിട്ടുണ്ട്, കണ്ടില്ല, ആക്രമണങ്ങൾ നടന്നിട്ടുള്ള അതിൻ്റെ പാടൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതാകണ്ടില്ലേ, നമ്മുടെ മിയാവ് പണ്ടത്തെ പോലെ നമ്മുടെ അടുത്തേക്ക് വരുന്നൊന്നുമില്ല. ആളെന്നിട്ടാ പറയുക, ആളുടെ മക്കളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് കൂടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതാകണ്ടില്ലേ, നമ്മുടെ കൊച്ചുണ്ടായി പോണത്, അതായത് നമ്മുടെ മോഗ്ലിയുടെ കുട്ടിയാണ് കേട്ടോ കാണുന്നത്. ആൾക്ക് മോളിലേക്ക് കയറണം എന്നുണ്ട്, പക്ഷെ നടക്കണില്ല. ഇതാകണ്ടില്ലേ, കണ്ടാ എന്തൊക്കെ കാണിക്കണേ നോക്കിയാലും ഇച്ചങ്ങൾ ഉള്ളാണ്ട് ഭയങ്കര നേരം പോക്കാണ് കേട്ടോ. പക്ഷേ നല്ല പണിയും തരുന്നുണ്ട്. അതെന്താണ് പണികളെന്നൊക്കെ നമ്മൾ എന്താ പറയുക, തുടർന്ന് വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതാകണ്ടില്ല, ഈ ടാങ്കുകളും നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഇതിലോട്ട് മീനിടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്നായിരിക്കും മീനിടുക. അതേപോലെ തന്നെ ഇതിൽ ഗപ്പി ബ്രീഡായിട്ടുണ്ട് കേട്ടോ. എവിടെ ഞാൻ ഇപ്പം എന്നെ കണ്ടല്ലോ ഗപ്പി വിട്ടോളണേ, കാണാനില്ല കേട്ടോ ഗൈസ്. ഇതിപ്പം എന്നെ അവിടെ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് അടിയിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഗപ്പികൾ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലോണം വെയിലുള്ള സമയത്ത് എന്താ പറയുക, ബ്രീഡിങ് ഇഷ്യൂയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അടിപൊളി ഇമ്പോർട്ടൻറ്റ് ബെറ്റയുടെ F1 ബാച്ചിൽ പെട്ടിട്ടുള്ള ഒരു ബെറ്റനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നിനും കുറച്ചല്ല, ഈ കാണുന്ന ടാങ്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സംഗതി ഈ ടാങ്ക് എന്താ പറയുക, ഒരു വിവാദ ടാങ്കാണ്. നമ്മളിതിലോട്ട് ഇന്ന് മീനെ വാങ്ങും, നാളെ മീനെ വാങ്ങുന്നൊക്കെ പണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. നമ്മളിന്ന് ഈ കാണുന്ന കാട് പിടിച്ചെടുക്കുന്ന ടാങ്കിലോട്ട് മീനെ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. ഏത് മീനാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള സ്നേക്ക് ഫിഷിനെയാണ് വാങ്ങുക എന്നുള്ള കാര്യം. അപ്പോൾ ഒരു അക്വേറിയം ഷോപ്പിലോട്ട് പോയ സമയത്ത് അവിടെ ഒരു വെറൈറ്റി സ്നേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്കറിയില്ല. അവിടെ പോയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആ സ്നേക്ക് വാങ്ങാനായിട്ട് പോവാണ്. വാങ്ങിയിട്ട് ഇതിലോട്ട് ഇടുകയാണ്. അത് ചാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, നല്ല നെറ്റൊക്കെ ഇട്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊക്കെ എന്തായാലും എന്താ പറയുക, നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം സമയം വയ്ക്കാൻ എന്താ പറയുക, നമുക്ക് അക്വേറിയം ഷോപ്പിലോട്ട് പോകാം. അതുപോലെ തന്നെ ഈ പൂച്ചക്കുട്ടികൾ നമുക്ക് തന്നെ പണി എന്താണെന്ന് കാണണ്ടവ, അതും കാട്ടിത്തരാം. നമ്മുടെ മൈക്രോ പെല്ലറ്റ്സ് എടുക്കുന്ന ടാങ്കാണ് കാണുന്നത്. ഈ ടാങ്കിൻ്റെ മുകളിലോട്ട് ചാടിയിട്ട് എന്താ പറയുക, ഇതിന് നെറ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ആക്കിയിട്ട് അവന്മാർ പോയിട്ട് പൂച്ചോള് വഴിക്കും. പക്ഷേ മീനുകൾ എന്തോ ഭയത്തിൽ നമുക്ക് ബൈക്കുള്ളതുകൊണ്ട് ചാടി പോകാനൊന്നും നിന്നില്ല. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ബൈക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മീനുകളൊക്കെ ചാടിയിട്ട് പുറത്ത് പോയിട്ട് നമുക്ക് നല്ല പണി തന്നെ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ള മൈക്രോ പെല്ലറ്റ്സ് ഏകദേശം എല്ലാം സെയിലായി പോയിട്ട് ഇനി ആകെ 1-2 പീസായി എടുക്കണമല്ലോ. അതിന് നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല മൈക്രോ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭയങ്കര റയറാണ്. നമ്മൾ അലിഗേറ്റർ കാറും റെട്ടയിൽ നിന്ന് കിട്ടുന്ന പോലെ എപ്പോഴും കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ടാങ്കുകളിലൊക്കെ കാലിയായിട്ട് കിടക്കണം കേട്ടോ. മീനുകളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. ഈ ടാങ്കുകളൊക്കെ നമുക്ക് വൃത്തിയാക്കി ഒന്ന് കീപ്പ് ചെയ്ത് തരണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഗപ്പികളും കാര്യങ്ങളൊക്കെ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലേക്ക് ഒരു കാട്ടിത്തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മിക്സ്ഡ് ഗപ്പി ടാങ്ക് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിക്ക് എന്താ പറയുക, ഒരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഒന്ന് പെട്ടിട്ടുണ്ട്. അവന് ഇതിലുള്ള ഗപ്പികളെ കടിച്ചിട്ട് എന്താ പറയുക, അത്യാവശ്യം സൈസായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് 1.5 അടി 2 അടി വലിപ്പമൊന്നുമല്ല, ഏകദേശം ഈ കാണുന്നൊരു വലിപ്പമില്ല, ആ റേഞ്ചിലോട്ടൊക്കെ അവൻ്റെ വലിപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവനിന്ന് പിടിച്ചില്ലെങ്കിൽ ഇതിലുള്ള ഗപ്പി അവൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എന്താ അവൻ എടുക്കണു. എന്താ അല്ലേ, നമ്മൾ പറഞ്ഞ് നാവെടുത്തില്ല, ഇതൊക്കെ എടുക്കുന്നുണ്ടില്ലേ മുതലേ. നമ്മുടെ ഗപ്പീസിനൊക്കെ പിടിച്ച് വെട്ടിയിട്ട് അവൻ നല്ല സൈസായിരിക്കാം കേട്ടോ, നല്ല ചമ്മണ്ടൊക്കെ സൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവനെയും നമുക്ക് പിടിച്ച് മാറ്റണം. അപ്പോൾ എന്തായാലും ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നീട് എന്താ പറയുക, ഈ ടാങ്കിൽ നമുക്ക് മൊത്തമായിട്ട് നെറ്റ് അടിച്ചിട്ട് നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഗപ്പീസിൻ്റെ മെയിൽസിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കൂട്ടത്തിന് ഞാൻ കാട്ടിത്തരാനായിട്ട് മറന്നുപോലെ, കോഴികളെ നമ്മൾ കൊടുക്കണില്ല എന്ന് വെച്ച് ഇതാകണില്ല, അവന്മാരെ എല്ലാവരും അഴിച്ചിട്ടിട്ടുണ്ട്. അവരോട് ഹാപ്പി ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ആ നിൽക്കുന്നത് കൊത്തു കോഴിയുടെ ക്രോസാണ് കേട്ടോ, വൈറ്റ്. അവൻ ചിലപ്പോൾ നമ്മളൊന്ന് ഓടിച്ചിട്ട് കൊത്താനൊക്കെ ചാൻസ് ഉണ്ട്. ഇന്നലെ ഒന്ന് ഓടിച്ച് കൊത്താനായിട്ട് നോക്കി. ഇവനും അതെ ഫിഷ് ടാങ്കുകളിൽ എന്നിട്ട് പറയുക കയറിയിരിക്കലൊക്കെയാണ് പണി. എന്തായാലും എല്ലാവരും കുരുത്തം കെട്ടവരാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആ പൂണ്ട്, അതായത് ആ കോഴി നിൽക്കുന്നതിൻ്റെ മുകളിൽ അടുത്തൊരു പൂണ്ടുണ്ട്. ആ പൂണ്ടിലത്തെ മീനിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് അറിയിക്കാം കേട്ടോ. അവർ ബ്രീഡായിട്ടൊന്നുമില്ല, പക്ഷേ നല്ല രീതിക്ക് പാറ്റാറായിട്ട് വയറും കാര്യങ്ങളൊക്കെ ബൾജായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അധികം സമയം ലാഗാക്കണ്ട, നേരെ അക്വേറിയം ഷോപ്പിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അക്വേറിയം ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ റോട്ടിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളെല്ലാം ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സ്നേക്ക് വെറൈറ്റീസ് അധികം ഒന്നുമില്ല, ആ ഒരൊറ്റ വെറൈറ്റീസുള്ളൂ. അതിനാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ മുന്നത്തെ മറ്റേ അക്വേറിയം ഷോപ്പിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു വലിയൊരു അരവണ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സൈസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൈസ് ഉണ്ട്. ഇത് ഏത് വെറൈറ്റി അരവണയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അവിടെ എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ എവിടെയൊക്കെ എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അത് ഏകദേശം എവിടെയൊക്കെ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ആ ഭാഗത്തേക്കായിട്ടാണ് കിടക്കുന്നത്.
ഞാൻ കാട്ടിത്തരാം. ഈ സ്നേക്കഡ് വെറൈറ്റീസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ചാടുന്ന സ്വഭാവം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇതിന് നല്ല രീതിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കണ്ട വഴിക്ക് തന്നെ ഒരുത്തണ്ട ആ ഗ്യാപ്പിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്, ആ ഫിൽറ്ററിൻ്റെ ബാഗിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഇതാക്കിയിട്ടുണ്ട്, നമ്മളെ കണ്ടപ്പോൾ ആരാണ് വന്നിട്ടുള്ളത് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഡ്വാർഫ് വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള സ്നേക്കഡ് ആണ്. ഓവറായിട്ട് വലുതാവുന്ന സംഭവം നല്ല ഇതാകണ്ടില്ലേ, കടിച്ചിട്ട് വന്നിട്ട് കടിച്ച് ഇത് നമ്മുടെ കയ്യിൽ മുന്നുണ്ടായിരുന്നാണോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ പേരും കാര്യങ്ങളും നമുക്ക് ചോദിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാട്ടോ. കാണാനായിട്ട് എന്തായാലും അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ കോബ്ര സ്നേക്കഡ് ഇല്ലേ നമ്മുടെ പണ്ടുണ്ടായിരുന്നത്, ആ ഐറ്റത്തിനെ നമുക്ക് പിന്നെ എവിടെയും വാങ്ങാനായിട്ട് കാണാനായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ ഒരുപാടൊക്കെ ഒരു ഷോപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ സ്പീഡായിട്ട് എവിടെയും കാണാനായിട്ട് കിട്ടുന്നില്ല. അതിന് എവിടെയെങ്കിലും നിങ്ങൾക്ക് വാങ്ങി കിട്ടുന്ന അറിയാം. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതിട്ട്. ഇതാകണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്നേക്കഡ്. അപ്പം ഇതേ മോളിക്കൊന്ന് എയർ എടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഷോപ്പിലത്തെ ചേട്ടനോട് ഇതിന് നമുക്കൊന്ന് പിടിച്ചു തരാൻ പറയാം. അപ്പോൾ അതാ നമ്മുടെ സ്നേക്കഡിനെ നമ്മൾ പിടിക്കാനായിട്ട് പോവാണ്ട്. ചേട്ടാ ഈ വെറൈറ്റി സ്നേക്കഡിൻ്റെ പേരെന്താ? ചെന്ന സ്റ്റുവേർട്ടി അല്ലേ? ചെന്ന സ്റ്റുവേർട്ടി എന്നാണ് ഈ കാണുന്ന സ്നേക്കഡിൻ്റെ പേര്. മേഘാലയ ബ്രീഡ് അല്ലേ? അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് അല്ലേ? അതായത് മേഘാലയ വെറൈറ്റി ഡ്വാർഫ് സ്നേക്കഡ് അല്ലേ? ഇതാ നിൽക്കുന്നുണ്ട് ആളുകൾ, കണ്ടില്ലേ? ആളെ പിടിക്കേണ്ട കേസ് ഇത്തിരി ടാസ്ക്കാണ്. കാരണം നല്ല അഗ്രസീവാണ്, നല്ല ആക്റ്റീവാണ്. ചേട്ടാ ഇവർ ലൈഫ് ഫീഡ് മാത്രം എടുക്കുള്ളൂ? അത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കില്ല എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ സ്നേക്ക് കിട്ടി അവരെ പിടിക്കാൻ നല്ല പണിയാണെന്ന് നമ്മുടെ ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്നേക്ക് ഇട്ട് കേട്ടോ. ബ്ലൂ ആണല്ലേ ഫിന്നും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവൻ നമുക്കൊന്ന് കവറിൽ ഇട്ടതിന് ശേഷം നോക്കട്ടെ. ചേട്ടാ കവറൊന്നും വരും ജസ്റ്റ് നോക്കാൻ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചെന്ന സ്റ്റുവേർട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ തന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കി തരും. എന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ടാങ്കിലുള്ള കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മോൺസ്റ്റർ ഫിഷ്, അതായത് നമ്മുടെ ഡ്വാർഫ് വെറൈറ്റിയിൽ പെട്ടുള്ള സ്നേക്കഡിന് വാങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ പുറത്തൊന്നല്ല അക്വറി ഷോപ്പിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മുതൽ. അധികം സ്ട്രെസ് ആക്കാണ്ട് പറ്റില്ല, കാരണം സ്നേക്കഡ് വെറൈറ്റി ആയ കാരണം സ്ട്രെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. കണ്ടില്ല, അടിപൊളി ഐറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായി കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇവനെ നമുക്ക് വേഗം വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. എന്തായാലും പ്ലാന്റ് ടാങ്കിങ് അവർക്ക് ഭയങ്കര ഇഷ്ടമാവും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മീനുകളെ കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. മീനുകളല്ല, ഒരു മീനുള്ളൂ, അവനെയും കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചെന്ന ചുവട്ടിയാണ് ടൈറ്റ്. കണ്ടില്ലേ, നമ്മുടെ മിയാവിൻ്റെ കുഞ്ഞ് അവിടെ ഉണ്ട്. ഷിബു മാമ, ഷിബു ഉണ്ടോ? ഷിബു തടിയാ, തടിയും പൂജി. നമ്മൾ ഷിബു കണ്ടില്ലേ കണ്ണിക്ക് വെയിലടിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വാലും ആകെ പൂടെയാണ് ആളിതാ കണ്ടില്ലേ, അവിടെ സ്കൂളായിട്ട് ഇട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മുടെ പ്ലാന്റ് ടാങ്കിലോട്ട് അതിലത്തെ മോൺസ്റ്റർ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആ പ്ലാന്റ് ടാങ്കിന് പുതിയൊരു ഓണറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആളെ ഞാൻ അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 5-10 മിനിറ്റ് ഒന്ന് ടെമ്പറേച്ചർ സെറ്റ് ആക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിലോട്ട് എടുത്തിടാം. അതുപോലെ തന്നെ നെറ്റ് വെച്ച് കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു 5-10 മിനിറ്റ് കഴിയട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടില്ലേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ മഴയും ചാടുന്നുണ്ട്. നമുക്ക് മെല്ലേനെ നമ്മുടെ ബീഗറിനെ അൺബോക്സ് അല്ല റിലീസ് ചെയ്യാം ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, അവൻ്റെ കവറിൻ്റെ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് മൂപ്പരാളൊന്നും ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കാം മടങ്ങിട്ട്. തീരെ വരുന്നില്ല കേട്ടോ. കറക്റ്റ് നമ്മുടെ കടിയൻ വരാലിനൊക്കെ പിടിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ആൾക്ക് സ്പെഷ്യലാണ്. മേഘാലയോ അവിടെയൊക്കെയാണ് ഇങ്ങോരുടെ സ്വദേശം വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കാട്ടിത്തരാം. ആകുമ്പോൾ ആ ഫിന്നിൻ്റെ കളർ നോക്കിയാൽ ബ്ലൂ കളർ ഏറിയിട്ട് അടിപൊളി ഇതിൽ കാണാനായിട്ട്. എനിക്കെന്തായാലും മൂപ്പരാളെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പൊക്കോടാ നിൻ്റെ പുതിയ വീട്ടിലോട്ട്. അടിപൊളിയായിട്ട് അവൻ്റെ ഈ കാണുന്ന ബ്ലൂ കളറല്ല അവനുള്ളത്. ഇനിയും ബ്ലൂ കളർ നല്ല രീതിക്ക് കയറും, അത് 100% ഷുവറാണ്. ഇപ്പം എന്താ പറയുക, ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ സ്ട്രെസ്സും ഞങ്ങൾക്ക് മൂപ്പരാൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്ലാന്റ് ടാങ്കിന് അവകാശമായിട്ടുണ്ട് നമ്മുടെ ചെന്ന സ്റ്റുവേർട്ടിയാണ് ആയിട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ നെറ്റും കാണാൻ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവൻ ചാടിപ്പോയി നിൽക്കുക, നെറ്റ് ഇതാ ചാടിപ്പോടൂ. എനിക്ക് മെല്ലേനെ ഈ നെറ്റും കാണാനൊക്കെ വെച്ച് ഇതാകണ്ടില്ലേ, എന്നിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് വെയിറ്റും കൂടി നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാടിപ്പോവും. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റും കാര്യങ്ങളൊക്കെ തപ്പട്ടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം കാട്ടില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് കയ്യിൽ കുറച്ച് മുതല കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ടുണ്ട്. ഇതാകട്ടെ, ഇവിടെയാണ് നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ടത്. ഈ കാണുന്ന ടാങ്കിലാണ്. ഈ കാണുന്ന ടാങ്കിൽ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷും ഉണ്ട്, അതേപോലെ തന്നെ മുതല കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5-6 പീസുകൾ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ എന്താകണ്ടേ, നമ്മളിൽ കൊടുക്കാനുള്ള മുതല കുഞ്ഞുങ്ങളെ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവരെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ടും ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇതാകണ്ടില്ലേ, അധികം പീസൊന്നുമില്ല, കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചോട്ടെ. ഇതാകണ്ടില്ലേ, ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അവന്മാർ കുഞ്ഞുങ്ങളാണ്, ഏകദേശം ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് ആ സൈസിലാണ് എടുക്കുന്നത്. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്.
ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരുമല്ല, പുലിവാഹകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇവരിപ്പം ഈ ടാങ്കിൻ്റെ മുകളിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരടിയിലോട്ട് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് ആ റേഞ്ചിൽ സൈസുള്ളവരാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ പൊന്തിച്ചിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇവരുടെ ടാങ്ക് എപ്പോഴും നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണം. ക്ലോസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതാ കണ്ടിലേക്ക് എടുക്കണത് പുലിവാഹകൾ. ഞാൻ ജസ്റ്റ് എന്താ പറയുക, ഈ കാണുന്ന പ്ലാന്റ് എടുത്ത് മാറ്റുമ്പോൾ അവിടെ 100 നോക്കിക്കോട്ടെ എല്ലാവരും കൂട്ടി. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പുലിവാഹ കൂട്ടിട്ടാ. അപ്പോൾ ഇവരിന് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇവരിനൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പറിലോട്ടൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതിയിട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനൊരു നന്മമരമായിട്ടൊക്കെ തോന്നിയെന്നൊക്കെ വരാം. കാര്യമാക്കണ്ട, ഞാൻ നന്മമരമൊന്നുമല്ല, ഞാൻ മീനുകളൊക്കെ അന്ത സൈഡ് കൊല്ലണ ആളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നമ്മുടെ ഫേസ്ബുക്കും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മറക്കരുതിട്ട്. അതുപോലെ തന്നെ മഴക്കാലം കഴിയുന്നവരെ നമ്മുടെ വീഡിയോസൊക്കെ ചെറിയ വീഡിയോസ് ആയിരിക്കും, കാരണം മഴ എപ്പോഴെങ്കിലും നമുക്ക് പണി തരാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.